മാതാ അമൃതാനന്ദമയിയുടെ മഠത്തിനകത്ത് ഫെബ്രുവരി 28 മുതൽ മാർച്ച് 7 വരെ കോവിഡ് ബാധ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഒരുപാട് പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ച വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിദേശികൾ എത്തുകയും അവർക്ക് പരിപൂർണ സുരക്ഷ അവർ ഒരുക്കിക്കൊടുക്കുകയും അവർ മഠത്തിനകത്തേക്ക് വന്ന വിവരം അധികൃതർ മൂടിവെക്കുകയും ആരെയും അറിയിക്കാതിരിക്കുകയും ചെയ്ത വിഷയം വലിയ വിവാദമായിരുന്നു. തുടർന്ന് ആലപ്പാട് പഞ്ചായത്ത് അധികൃതർ അതിനെതിരെ പരാതി നൽകുകയും ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തിയപ്പോൾ മഠത്തിനകത്തേക്ക് ഒരുപാട് വിദേശികൾ വന്ന വിവരം പുറത്തു വന്നു. അങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ആ വിഷയം പല മാധ്യമങ്ങളും മൂടിവെക്കുകയായിരുന്നു. ആ വിദേശികളെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഈ വിഷയം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു ചില മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സാജൻ സക്കറിയെ പോലെയുള്ള ചില മാധ്യമ പ്രവർത്തകർ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, സാജൻ സക്കറിയ കടപ്പുറം സുധാമണി എന്ന് പറഞ്ഞ് മാതാ അമൃതാനന്ദമയ്യെ ആരോ ആക്ഷേപിച്ച സമയത്ത് അതിനെതിരെ രംഗത്ത് വന്ന് ശക്തമായ ഭാഷയിൽ മാതാ അമൃതാനന്ദമയ്യെ ആക്ഷേപിച്ചവർക്കെതിരെ തുറന്നടിക്കുകയും മാതാ അമൃതാനന്ദമയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന രീതിയിൽ ഒരു വീഡിയോ തയ്യാറാക്കുകയും ചെയ്തു. ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. മാതാ അമൃതാനന്ദമയ്യെ ഈ സാജൻ സക്കറിയ മതവറി പിടിച്ച ഒരു സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചില്ല. മതഭ്രാന്ത് പിടിച്ച ആളുകളാണ് മാതാ അമൃതാനന്ദമയ്യയുടെ മഠത്തിലുള്ളവരെന്ന് സാജൻ സക്കറിയ വിശേഷിപ്പിച്ചില്ല. കാരണം അങ്ങനെ വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ സാജൻ സക്കറിയയുടെ പണി തെറിക്കുമെന്നും 8ന്റെ പണി കിട്ടുമെന്നും സാജൻ സക്കറിയക്ക് വളരെ വ്യക്തമായി അറിയും. നേരെ മറിച്ച് മാതാ അമൃതാനന്ദമയ്യെ ഒന്ന് നല്ല രീതിയിൽ പൊക്കിയടിച്ച് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ലൈക്കും കമന്റും ഷെയറും വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. എന്താണ് മാതാ അമൃതാനന്ദമയ്യയുടെ മഠം ചെയ്ത തെറ്റ്? വിദേശികളെ മഠത്തിനകത്ത് കയറ്റി വെച്ച് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. തബ്ലീഗിന്റെ നിസാമുദ്ദീൻ മർക്കസിനകത്ത് സംഭവിച്ചത് എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല. എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വിഷയം രണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ, രണ്ടും ഒന്നിച്ച് ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഏകദേശം ഒരേ സംഭവമല്ലേ? പിന്നെ എന്തുകൊണ്ട് തബ്ലീഗുകാരെ, മുസ്ലിങ്ങളെ മതവറിയന്മാരെന്നും മതഭ്രാന്തന്മാരാണെന്നും രാജ്യദ്രോഹികളെന്നും നിങ്ങൾ വിളിച്ചത്? മാതാ അമൃതാനന്ദമയ്യെ വിളിക്കാതെ ഇവരെ വിളിച്ചതിന് പിന്നിൽ നിങ്ങളുടെ സംഘിച്ചായ്വുണ്ടല്ലോ, അത് കേരളം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിനുള്ള മറുപടി മലയാളികൾ സമയമാകുമ്പോൾ സാജ നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം വല്ലാത്ത വെറുത്തുപോയി നിങ്ങൾ എന്തൊക്കെയാണ് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത്? ഒരു മതവിഭാഗത്തിനെ ഇത്രത്തോളം തരം താഴ്ത്തി അവരെ വ്യഭിചരിക്കുന്നതിന് തുല്യമായ രീതിയിൽ വിളിച്ചു കൂവി പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുമെന്നാണോ? അല്ല, ഇവിടെ ഒരിക്കലും മതം തിരിച്ച് സംസാരിക്കുകയല്ല. മറിച്ച് മതം തിരിച്ച് സംസാരിക്കുന്നവർക്ക് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മാതാ അമൃതാനന്ദമയി മഠം ചെയ്തത് തെറ്റാണ് എന്നുള്ളത് പരിപൂർണമായും ബോധ്യപ്പെട്ടതാണ്. കാരണം അവർ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് ശരിയായ കാര്യമാണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ നിസാമുദ്ദീൻ മർക്കസിൽ അത് സംഭവിച്ചിട്ടില്ല. നിസാമുദ്ദീൻ മർക്കസിലെ അധികൃതർ വളരെ വ്യക്തമായി രേഖകളോടുകൂടി അധികാരികൾക്ക് അതിനകത്തുള്ള ആളുകളെ കുറിച്ച് വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങളെപ്പോലെയുള്ള സംഘിമാധ്യമങ്ങൾ ആ പാവങ്ങളെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിച്ചു. നിങ്ങൾ 4 റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ മുസ്ലിങ്ങൾക്കിടയിൽ പോലും വലിയ രീതിയിൽ
തരംതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കി. മുസ്ലിങ്ങൾക്കിടയിൽ പോലും തബ്ലീഗുകാരെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാക്കി. അതിനാൽ സാജ നിങ്ങൾക്ക് മാപ്പില്ല. കാരണം നിങ്ങൾ ഈ ചെയ്ത ചെയ്തി അത് തീർച്ചയായും മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഇരയാക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. ഫാസിസ്റ്റുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് അച്ചാരം വാങ്ങിയിട്ട് വാലും ചുരുട്ടിയിരുന്ന് എഴുതുന്ന പണിയായതുകൊണ്ട് അത് തൽക്കാലം ചെയ്യാൻ ഞങ്ങളെപ്പോലെയുള്ള പബ്ലിക് കേരളയെ പോലെയുള്ള മാധ്യമങ്ങളെ കിട്ടുകയില്ല. നിങ്ങൾക്ക് വേണ്ടത് അധികാരമുള്ളവരെയാണ്. കാരണം നിങ്ങളുടെ ശൈലിയും അത് തന്നെയാണ്. അതിനാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്, ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ, ഇതുപോലെയുള്ള വർഗീയ വാർത്തകൾ പഠിച്ചുവിട്ടാൽ അതിനെതിരെ മറുപടി തരാൻ ഇവിടെ കുറച്ച് മാധ്യമങ്ങൾ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്താൽ നല്ലത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.